അപ്പോൾ ആ ഒരു ഉമ്മമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് പറയും, ഒന്നുകിൽ എനിക്ക് ചില സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറില്ല, ഞാൻ വിട്ടുപോകാറുണ്ട്. അപ്പം ഞാനും വിചാരിച്ചത് ചിലപ്പോൾ അവർ ചിലപ്പം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ നോക്കിയാൽ അത് കൂടുതലും പറയുന്നത് നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ഇല്ല, അവരാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇതെന്താ ലൈക്ക് അവർ മാത്രം അത് കൂടുതലും പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രം ഈ ഒരു ബുദ്ധിമുട്ട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. നമ്മുടെ ഈ ഉമ്മമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവരുണ്ടല്ലോ, അവർ പുറത്തൂടെ സ്കാർഫ് ഇടാറുണ്ടല്ലോ, തട്ടം അല്ലെങ്കിൽ ഈ പർദ്ദ ഇടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹിയറിംഗ് എയ്ഡ് ഓൾറെഡി ചെവിയുടെ പുറകിലാണ് വരുന്നത്. അപ്പോൾ ഇതിനെയും ഹിയറിംഗ് എയ്ഡിനെയും കവർ ചെയ്തുകൊണ്ടാണ് ആ ഒരു തുണി മണ്ടയിൽ കൂടെ വരുന്നത്. അപ്പോൾ ശബ്ദങ്ങൾ പുറമേ നിന്ന് വരുമ്പോൾ ഇതിനകത്ത് തട്ടി ആ ഒരു എനർജി ലോസ് ആയി, എനർജി കുറഞ്ഞിട്ടായിരിക്കും ഹിയറിംഗ് എയ്ഡിന്റെ മൈക്കിലോട്ട് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ചില സമയം സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടുകൾ കറക്റ്റ് ആയിട്ട് കിട്ടാത്തത്. ഓൾസോ അവർ പറയാറുണ്ട് കിരികിര എന്നുള്ള സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്തുകൊണ്ട്? കാരണം ആ ഒരു തുണി മൈക്കിൽ കയറി ഇങ്ങനെ ഉരസുമ്പോൾ കിരികിര എന്ന സൗണ്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആകെ നമുക്കൊരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇടുന്ന തുണിയുടെ കട്ടി കുറയ്ക്കുക. ലെയർ കുറഞ്ഞ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ തുണി പുറത്തൂടെ വരും. അപ്പോൾ ആ ഒരു എനർജി ലോസ് ശകലവും കൂടി കുറയും. സോ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മമാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ഹിയറിംഗിൽ വയ്ക്കുന്ന സിസ്റ്റേഴ്സ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് സോഫ്റ്റ് സൗണ്ടുകൾ ശകലവും കൂടി ആ ഒരു ലോസ് ഇല്ലാണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ യാ